ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ കണ്ടൊരു പഴഞ്ചൊല്ലില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ. എന്തൊക്കെ ആയിരുന്നു! അയ്യോ, ഇപ്പൊ നമ്മുടെ അലീനയെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ഔതക്കുട്ടി ആകെ മാറിപ്പോകാണ് കേട്ടോ. നമ്മുടെ അലീനയെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ചിന്നമ്മയുടെ അതേ ഷേപ്പ്. ചിന്നമ്മയാണ് നമ്മുടെ ഔതക്കുട്ടിയുടെ ഭാര്യ. ഒത്തിരി വർഷമായി പുള്ളിക്കാരി നമ്മുടെ ഔതക്കുട്ടീനെ വിട്ടു പോയിട്ട്. പക്ഷേ ചിന്നമ്മയുടെ അതേ രൂപം ഫ്രണ്ടിൽ വന്ന് വീണ്ടും നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടിക്ക് അങ്ങനെ തള്ളിക്കളയാനായിട്ട് പറ്റുമോ? അതാണ് പറയുന്നത്. നമ്മുടെ ഔതക്കുട്ടി എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാ. എന്നിട്ട് ഇപ്പം നമ്മുടെ ഔതക്കുട്ടി നമ്മുടെ അലീനയുടെ മുമ്പിൽ ഔതക്കുട്ടി മാറി പൂച്ചക്കുട്ടി ആയിട്ടിരിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കടക്കുകയാണെ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ സ്റ്റാൻലിയോട് ചോദിക്കുകയാണ്, എടാ ഇത് നാണക്കേടല്ലേടാ, നീ ഇവിടെ കൊണ്ടുപോയി എന്നാ കാണിക്കാനാ? ഇതിപ്പം പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിക്കാരും പട്ടക്കാരൊക്കെ ഇങ്ങ് വരും. നിനക്കറിയാലോ, എൽസമ്മയുടെ ആങ്ങളമാരും ഈ എൽസമ്മയുടെ മൂത്ത ചേച്ചിക്ക് സമാധാനം തരുവോ? ആ സ്ത്രീയുടെ നാക്കാണെങ്കിൽ വായിക്കാതെ അടങ്ങിക്കിടക്കത്തില്ല, നാറും, ചീഞ്ഞു നാറും. അതിനാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇരു ചെവി അറിയാതെ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കാം. നീ പറയുന്നത് പോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അവളിപ്പോ നിന്റെ അടുത്ത് ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ലല്ലോ, അതുപോലെ അവക്ക് സമാധാനം കിട്ടാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിക്ക് അപ്പോഴും എപ്പോഴും എല്ലാം ഒരു ഉത്തരം പറയാനുള്ളൂ, ഒരു ആൻസറേ ഉള്ളൂ. എന്തു വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ് അപ്പച്ച. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അത് എന്തു ആയിക്കോട്ടെ, അത് നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ സ്റ്റാൻലി നിൽക്കുന്നത്. അവളെ എനിക്ക് അങ്ങനെ വിട്ടുകളയാനായിട്ട് പറ്റില്ല. കാരണം 10-23 വർഷം മുമ്പ് ഞാൻ അവളെ വിട്ടുകളഞ്ഞു. അവളെ ഞാൻ വിട്ടുകളഞ്ഞിട്ട് ഞാൻ എന്ത് നേടി? എന്തെങ്കിലും ഞാൻ നേടിയോ? ഒരു കുടുംബം നേടിയെടുത്തു. എന്നിട്ട് എനിക്കൊരു കുടുംബം നേടി നിങ്ങളെല്ലാവരും കൂടെ തന്നിട്ട് ആ കുടുംബത്തിൽ നിന്ന് എനിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. ഏതായാലും എന്റെ കുഞ്ഞിന്റെ പ്രാക്കൊക്കെ ആയിരിക്കാം, ഞാന് ജന്മം നൽകിയതല്ലേ. അവളുടെ എന്റെ രക്തമല്ലേ അവള്. ആ ഒരു ഇതില്ലേ എനിക്ക് അവളോട്, എന്നോടൊരു എത്തിക്സ് ഇല്ലേ? എനിക്കൊരു നീതി പുലർത്തണ്ടേ? ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്താ കാര്യമുള്ളത് അപ്പച്ചാന്ന് പറയുമ്പം നീ എന്തൊക്കെ പറഞ്ഞാലും അട്ടേ പിടിച്ച് മെട്ടേ കിടത്തിയ കിടക്കില്ല സ്റ്റാൻലി. അതെ, ഇഴഞ്ഞിഴഞ്ഞ് അല്ലെങ്കിൽ ഊർന്നൂർന്ന് പോകും. ഒരിക്കലും അത് മര്യാദയ്ക്ക് ഇരിക്കത്തില്ല. അതിനെ എത്ര രീതിയിൽ വെക്കാൻ നോക്കിയാലും അത് ഇരിക്കത്തില്ല. അവള് ഒരു 10-23 വർഷം മുമ്പ് ഓഫറേജിലായിരുന്നു എന്നൊക്കെ അല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് എന്തെങ്കിലും കൊടുക്കാന്നും അല്ല ഞാൻ പറയുന്നത്. നമുക്ക് അവളുടെ കല്യാണമൊക്കെ നടത്തി നമുക്ക് പതുക്കെ അങ്ങോട്ട് സെറ്റായി പോകാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നീപ്പം ഞാൻ വേറെ ഉദ്ദേശിക്കുന്നത് അവളെ അങ്ങോട്ട് കൊണ്ട് തള്ളിക്കളയണം, കൊക്കയിന്ന് മണ്ടയിലേക്ക് തള്ളിയിടണം എന്നൊന്നും അല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച കാര്യം നിനക്ക് മനസ്സിലായല്ലോ സ്റ്റാൻലി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ അപ്പച്ച, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനിയിപ്പൊ അപ്പച്ചൻ ഓർക്കുമായിരിക്കും, ആൽബർട്ടും റോബർട്ടും അതുപോലെ തന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഔസേപ്പച്ചനും കൊണ്ടിട്ട് വരണം. ഔസേപ്പച്ചൻ ഞാൻ പണ്ട് നേരത്തെ ഒരു വേലക്കാരനാക്കിയിരിക്കുകയായിരുന്നു ഔസേപ്പച്ചനെ. പേര് മാറി പോവായിരുന്നു എനിക്ക് എപ്പോഴും. ഈ ഔസേപ്പച്ചന് നമ്മുടെ സ്റ്റാൻലിയുടെ നേരെ ഇളയ അനിയനാണ് കേട്ടോ. പിന്നെ 2 അനിയന്മാര് വേറെയും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ അറിയുമെന്ന് ഓർത്തിട്ടാണ് അപ്പച്ചന് പ്രശ്നമെങ്കിൽ അവര് അറിഞ്ഞോട്ടെ. എനിക്കതൊരു പ്രശ്നമല്ലല്ലോ. അവരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല. ഈ പുനലൂരിലേക്ക് ഞാൻ വരാനും പോകുന്നില്ല, ആരുടെ അടുത്ത് ഞാൻ ഒന്നിനും വരുന്നില്ല. പിന്നെ എന്താണ്, ആരും എന്നെ മൈൻഡ് ചെയ്യണ്ട, ആരും എന്റെ വശത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഈ പറഞ്ഞ അപ്പച്ചനും ഇഷ്ടമല്ലെങ്കിൽ അപ്പച്ചനും ഇങ്ങോട്ട് വരണ്ട. പക്ഷെ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടത്തില്ല. കാരണം അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വെറുതെ അല്ല, ഞാൻ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ഞാൻ 23 വർഷം മുമ്പ് ആലോചിച്ചൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അവൾ അനാഥയായിട്ട് ഇപ്പം ഒരിക്കലും ഇരിക്കത്തില്ലായിരുന്നു, അവൾ ഇത്രയും അനുഭവിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർത്തുന്നുണ്ടോ? അനാഥ അനാഥ അനാഥ. എന്താ ഇവള് മാത്രമേ ഈ ലോകത്ത് അനാഥയായിട്ടുള്ളോ? എന്റെ പൊന്നു സ്റ്റാൻലി, ഞാൻ പറയുന്ന കേക്ക്. എന്നിട്ട് എന്തി അവളെ കാണുന്നില്ലല്ലോ? അവൾ എവിടെ പോയി? അവളെ വിളിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, കള്ളും കഞ്ചാവും സിഗരറ്റുമുള്ള ഒരു റൂമിലേക്ക് അവള് കയറി വരില്ല. അതുകൊണ്ട് ഇത് കുടിച്ചിട്ട് ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് വിളിക്കാം, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നോ, നീ ഇതെന്താടാ പറയുന്നത്? ഇതുവരെ നിനക്ക് ആരെയും പേടിയില്ലായിരുന്നല്ലോ. സ്വന്തം അപ്പച്ചനെ പോലും പേടിയില്ലാത്ത നിനക്കിപ്പോ ഒരു വീറ പെണ്ണു വന്നപ്പോ പേടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ടമായി പോയെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അവൾ അങ്ങനെയാണ്, അവളുടെ രീതി അങ്ങനെയാണ്. അതെനിക്ക് മനസ്സിലായത് കൊണ്ടാണ്, ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഏതായാലും ഞാൻ അവളെ വിളിക്കാം. അപ്പച്ചൻ എന്റെ മോളെ കാണണ്ടേ? ഈ പറയുന്ന അപ്പച്ചൻ പറഞ്ഞു വിടാന്ന് പറയുന്ന എന്റെ മോളെ അപ്പച്ചന് കാണണ്ടേ? അപ്പച്ചന്റെ കൊച്ചുമോളെ അപ്പച്ചന് കാണണ്ടേ?
കണക്കിൽ നോക്കുവാണേല് ഏറ്റവും മൂത്ത കൊച്ചുമോളാണ് അപ്പച്ചന്റെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവളെ വിളിക്ക എന്ന് പറഞ്ഞ് പല്ലൊക്കെ കടുപ്പിച്ചിട്ടോട്ടോ പറയുന്നത് ഔതക്കുട്ടി. അവളെ വിളിക്ക എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അലീനയെ പതിയെ വിളിക്കുകയാണ്. അലീനെ എന്ന് പറഞ്ഞ് വിളിച്ചു. അലീനെ എന്നും പറഞ്ഞ് വിളിച്ചതും അലീനെ എല്ലാം പ്രതീക്ഷിച്ചിട്ടാട്ടോ ഇരിക്കുന്നത്. ഔതക്കുട്ടി വന്ന കാര്യമൊക്കെ അലീനയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അലീന പതുക്കെ ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി റൂമിലേക്ക് വന്നു. ദേ അപ്പച്ചൻ അന്വേഷിച്ച ആള് നിൽക്കുന്നു എന്ന് പറഞ്ഞതും നമ്മുടെ ഔതക്കുട്ടി അപ്പൊ ഒന്ന് തിരിഞ്ഞു വാതിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു നമ്മുടെ ചിന്നമ്മ. ഔതക്കുട്ടി അറിയാതെ ചിന്നമ്മ എന്നങ്ങ് പറഞ്ഞു പോവാണ് കേട്ടോ. കാരണം അതേപടി വരച്ചു വെച്ച പോലെയാണെന്നാണ് ഇവര് പറയുന്നത്. നമ്മൾ ചിന്നമ്മേനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതേപടി ഇരിക്കുവാണെന്ന് പറഞ്ഞില്ല, ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക. അപ്പോഴത്തേക്കും ആണെങ്കിൽ സ്റ്റാൻലി, അല്ല അപ്പച്ചൻ അലീനയെ കണ്ടിട്ട് എന്താ അവളയോട് മിണ്ടാത്തത്? ആദ്യമായിട്ട് ഒരാളെ കണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല വല്യപ്പച്ചനെ എന്നെ ഇവിടുന്ന് അടിച്ചോടിക്കാൻ വേണ്ടി വന്നതാണല്ലേ വല്യപ്പച്ച. ഈ കൊച്ചുമോളെ വല്യപ്പച്ചന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ വല്യപ്പച്ചൻ ചിന്നമ്മ എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പം ആ ഒരു ഷോക്കിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല. മരിച്ചുപോയ ചിന്നമ്മേനെ അതേ രൂപത്തിൽ കണ്ടിരിക്കുകയാണല്ലോ. പിന്നെ എങ്ങനെയാ ആ ഷോക്കിൽ നിന്ന് അങ്ങോട്ട് മാറുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി, അവള് ചോദിച്ചതിന് ആൻസർ പറ. അപ്പച്ചൻ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? അവള് ചോദിച്ചത് കേട്ടില്ലേ? അല്ല അവള് ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല അതെ, നിന്നെ അടിച്ചോടിക്കാൻ തന്നെയാ അലീനെ എന്റെ അപ്പച്ചൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇവിടെ ഏത് പെണ്ണിനെയാണ് ഞാൻ കൊണ്ടുവച്ച് പാർപ്പിച്ചിരിക്കുന്നത്? അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. നിന്നതെ കല്യാണം കഴിപ്പിച്ച് വിടാൻ തന്നെ ഇപ്പം അപ്പച്ചൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ വല്യപ്പച്ച? എന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് വിടാൻ മാത്രം അത്രയ്ക്ക് സ്നേഹമുണ്ടോ വല്യപ്പച്ചൻ എന്നോട്? വല്യപ്പച്ചൻ ഇങ്ങ് വന്നേ, ഞാൻ ചോദിക്കട്ടെ എന്നൊക്കെ അലീന അപ്പം പറഞ്ഞു. അത് പിന്നെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് അടിച്ചോടിച്ചു വിടാനാ വന്നതെന്ന് ആരാ പറഞ്ഞേ? പോടാ, ഞാൻ ഇവളെ അടിച്ചോടിച്ചു വിടാനാ വന്നതെന്ന് സ്റ്റാൻലി പറഞ്ഞു. എന്നോട് ആരും പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ ആയിരിക്കൂലോ. അല്ല പെട്ടെന്ന് ഇപ്പം വല്യപ്പച്ചൻ വന്നത് അതിനായിരിക്കൂലോ. വല്യപ്പച്ചനോട് ഇവിടെ ഉള്ളവര് പലതും ഒക്കെ പറഞ്ഞെന്ന് ഞാനും അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ. അല്ല വല്യപ്പച്ചൻ എന്നെ അടിച്ചിറക്കി വിടണോ ഇവിടുന്ന്? അടിച്ചിറക്കിയൊന്നും വിടണ്ട കേട്ടോ. ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ഈ അലീനെ ഒത്തിരി ദിവസം ഒന്നും ഇവിടെ കാണത്തില്ല. അലീന പോകും. ആർക്കും ഇഷ്ടമല്ലെങ്കിൽ അലീനയോട് പറഞ്ഞാൽ മതി. അലീന ഒരിക്കലും ഇഷ്ടമില്ലാത്തടത്ത് നിൽക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോടി ഞാൻ നിന്നോട് പറഞ്ഞു ഇറങ്ങിപ്പോകാനായിട്ട്. നീ പോകുമൊന്നും വേണ്ട. നിന്നോട് ആരാ പോകാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും. നീ ഇപ്പം എന്റെ ചിന്നമ്മേനെ പോലെ തന്നെയുണ്ടല്ലോടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ചിന്നമ്മയോ എന്നിങ്ങനെ അലീന ചോദിച്ചു കേട്ടോ. ചിന്നമ്മ, ഇവന്റെ അമ്മച്ചിയെ ചിന്നമ്മ. 10-18 വർഷം മുമ്പ് മരിച്ചുപോയി പുള്ളിക്കാരി. 18 വർഷം, അതും 23 വർഷം കേട്ടോ. 10-23 വർഷം മുമ്പ് പുള്ളിക്കാരി മരിച്ചുപോയി. ഇതിപ്പോ എന്റെ തമ്പുരാനെ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ മരിച്ചുപോയ ആള് മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ ആണല്ലോ എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ നിന്നെ പോലെ തന്നെയാണല്ലോ കൊച്ച എന്റെ ഭാര്യ ചിന്നമ്മ ഇരിക്കുന്നത്. നീ ഒരു കുഞ്ഞി ചിന്നമ്മ തന്നെയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്റെ വല്യമ്മച്ചിയല്ലേ അത്? അപ്പം വല്യപ്പച്ചനും വല്യമ്മച്ചി. അപ്പൊ ഞാൻ വല്യമ്മച്ചിനെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതിന് അതിശയിക്കാൻ ഉള്ള കാര്യമൊന്നും ഇല്ലല്ലോ. ഞാൻ പപ്പാടെ മോളല്ലേ. അപ്പം ചിന്നമ്മച്ചിയുടെ ഷേപ്പ് എനിക്ക് വരും. കാരണം അതെന്റെ വല്യമ്മച്ചിയല്ലേ. അല്ല വല്യമ്മച്ചിയുടെ ഫോട്ടോ വല്യപ്പച്ചന്റെ കയ്യിലുണ്ടോ വല്യപ്പച്ച? എനിക്കൊന്ന് കാണാനായിട്ട്. അതെ അങ്ങ് പുനലൂരുണ്ട്. നീ അവിടെ വരുമ്പോ ഞാൻ നിന്നെ അവിടെ വെച്ച് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി അന്തം വിട്ട് കുന്ത പോലെ നോക്കുകയാണ് കേട്ടോ. ഇത്രയും നേരം ഉണ്ടല്ലോ നമ്മുടെ വല്യപ്പച്ചൻ, അതായത് ഔതക്കുട്ടി ഇത്രയും നേരം വെട്ടും കുത്തും കൊല്ലും കീറും ഇറക്കി വിടും കല്യാണം കഴിപ്പിച്ച് വിടും, അത് കൊടുത്ത് ഒഴിവാക്കാം ഇത് കൊടുത്ത് ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വല്യപ്പച്ചന്റെ അലീനയായിട്ട് ഭയങ്കര കൂട്ട് സെറ്റ്. അങ്ങനെ അലീനയുടെ കൈ പിടിച്ചിട്ട് മോളിങ് വാന്നും പറഞ്ഞുകൊണ്ട് കയ്യിലൊക്കെ പിടിച്ച് നമ്മുടെ അലീനെ വാരി പുണർന്ന് വാത്സല്യം കൊടുക്കുകയാണ്. നമ്മുടെ ഒരു വല്യപ്പച്ചൻ അല്ലെങ്കിൽ ഒരു കൊച്ചുമോൾക്ക് കൊടുക്കേണ്ട ആ ഒരു വാത്സല്യം ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റാൻലിയുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത ആ വാത്സല്യം ഏതായാലും വല്യപ്പച്ചന്റെ ആ സംസാരത്തോടു കൂടി തന്നെ നമ്മുടെ അലീനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് ഔതക്കുട്ടിയല്ലോ ഹൗസേപ്പും നമ്മുടെ പൗലോസും അതിനോടൊപ്പം തന്നെ ബൈജു ആന്റപ്പൻ ഇത് കാണുക. ആന്റപ്പൻ, അത് തന്നെ ആന്റപ്പൻ ഇത് കാണുക. അലീനയുടെ കൈ പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നു, ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നു. ആന്റപ്പൻ നിന്നിട്ട് ഇതിപ്പോ കൊള്ളാലോ, ഇതിപ്പോ ഓടിച്ചു വിടാൻ വന്ന ആള് ആയിട്ട് അവള് സെറ്റ് ആയല്ലോ എന്ന് പറഞ്ഞ് നേരെ ഓടി ബൈജുവിനോടും പൗലോസിനോടും പറയാനായിട്ട്. അതെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇപ്പൊ അലീനയെ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് ഓർത്തോ? ആ പെങ്കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് ഓർത്തിട്ടല്ലേ കുട്ടിച്ചായനെ വിളിച്ചു വരുത്തിയത്? എന്നിട്ട് നോക്ക് ഇപ്പൊ എന്തായിന്ന് പറഞ്ഞു.
അപ്പൊ ബൈജു ചോദിച്ചു എന്താ അതിനിപ്പോ എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വാ കാണിച്ചു തരാം, കാണേണ്ട കാഴ്ച തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ അലീനയും ഔദക്കുട്ടിയും ഇതിനകം സെറ്റായി കേട്ടോ. എന്നിട്ട് മോളൊരു കാര്യം ചെയ്യുക, നമുക്ക് തോട്ടം മുഴുവനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, തോട്ടം മുഴുവൻ കറങ്ങി ചുറ്റി ഒന്ന് കാണിക്കാം. അത് മാത്രമല്ല സ്റ്റാൻലി പറഞ്ഞായിരുന്നല്ലോ കൊണ്ടുപോയി കാണിക്കായിരുന്നു, നിനക്ക് എന്റെ എസ്റ്റേറ്റ് കാണണ്ടേ എന്നൊക്കെ ഇന്ന് ചോദിച്ചില്ലേ. അപ്പം ഔദക്കുട്ടിയും പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം സ്റ്റാൻലി പറഞ്ഞു എന്നാ പിന്നെ അപ്പച്ചൻ പോരെ, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചുമോളും അപ്പനും അതുപോലെ വല്യപ്പച്ചനും ഒക്കെ ചേർന്നിട്ട് ഒരുങ്ങുകയാണ് എങ്ങോട്ടേക്ക്, തോട്ടവും പറമ്പും ഒക്കെ കാണാൻ, എസ്റ്റേറ്റും ഒക്കെ കാണാനായിട്ട്. അപ്പം ഇത് കണ്ടോണ്ടാണ് കേറി വരുന്നത് പൗലോസും ഈ പറയുന്ന ബൈജുവും. എന്റെ പൊന്നോ, ഇതിപ്പോ നമ്മൾ വിളിച്ചു വരുത്തിയത് നമുക്ക് തന്നെ പണിയായി പോയല്ലോ. എന്തൊക്കെ കത്തി വെച്ചിട്ട് അങ്ങേര് അകത്തേക്ക് കയറി പോയത്. ഔദക്കുട്ടിച്ചായം വരുന്നു, അവളെ വെളിയിലാക്കുന്നു, എന്തൊക്കെയായിരുന്നു എന്ന് ആന്റപ്പൻ. അപ്പൊ പറഞ്ഞു അല്ലെങ്കിൽ ശരിയാണല്ലോ, ഇവളെ ആള് ചില്ലരക്കാരിയല്ല, ഇവളെ മോനെ മാത്രമല്ല അപ്പനെയും കയ്യിലെടുത്തിരിക്കുക എന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും ആന്റപ്പൻ പറഞ്ഞു ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ, ഇത് വിളിച്ചു പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതാണ് പറയുന്നത്, അവനവനുള്ള പണി അവനവൻ തന്നെ വരുത്തി വെക്കുന്ന. ഇപ്പൊ എന്തായി കാണ്, അവരുണ്ടല്ലോ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെയാ. ലാസ്റ്റ് എന്തെങ്കിലും പറഞ്ഞ നമ്മളെ വെളിയിൽ പോകത്തുള്ളൂ. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ബൈജുവിന്റെ വാക്ക് കേട്ട് പൗലോസ് നിനക്കിത് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പൗലോസ് മുണുങ്ങസിയാന്നും പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ അലീന ഒരു അടിപൊളി ചുരിദാറൊക്കെ എടുത്തിട്ടിട്ട്, നമ്മുടെ സ്റ്റാൻലി മേടിച്ച ചുരിദാർ അല്ല കേട്ടോ, ബാലചന്ദ്രന് കുറെ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നല്ലോ. അപ്പൊ അതിലൊരു നല്ലൊരു പിസ്ത പച്ചയാണോ എന്തോ ഒരു നല്ലൊരു പച്ച, പിസ്ത പച്ച അല്ലെന്ന് തോന്നുന്നു, എനിക്ക് ഒരു ഇളം പച്ച ചുരിദാറിൽ ഒരു വൈറ്റ് എംബ്രോയിഡറി ഒക്കെ ഉള്ള ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അയ്യോ, നമ്മുടെ ഔദക്കുട്ടിക്ക് സ്വർഗം കിട്ടിയ ഒരു അവസ്ഥയാണ് കേട്ടോ അലീനയുടെ. പെട്ടെന്ന് ആർക്കാണെങ്കിലും അലീനയെ ഇഷ്ടാവൂലോ. അലീനയുടെ സംസാരവും വിനയവും അലീനയുടെ ആ ഒരു എന്താ പറയാ വാത്സല്യവും സ്നേഹവും ഒക്കെ കണ്ടിട്ട് ഔദക്കുട്ടിച്ചായന് എന്റെ പൊന്നോ, ഇതിന് ഈ തങ്കക്കുടം പോലത്തെ കൊച്ചിനെ ആണോ ഞാൻ ഇറക്കി വിടാനായിട്ട് വന്നത്? മഹാഭാവി, നിനക്ക് ദൈവം ശിക്ഷ തരില്ലേടാ എന്ന് സ്വയമായിട്ട് ചോദിക്കുകയാണ്. ഇനി കൈവിടത്തില്ല മോളെ ഒരിക്കലും. ഈ വല്യപ്പച്ചന്റെ കൈ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഈ വല്യപ്പച്ചൻ എന്നും നിന്നെ ഇനി മുറുക്കി പിടിക്കും. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി മോളെ, ഒരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്ക് എന്ന് പറയാണ്. ഏതായാലും വല്യപ്പച്ചൻ അത്രയും മേൽ നമ്മുടെ അലീനയെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അലീനയ്ക്ക് ഇനിയിപ്പം വല്യപ്പച്ചൻ പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പൊ തന്നെ പോകാൻ വേണ്ടി വന്ന വല്യപ്പച്ചൻ 1, 2, 3 ദിവസം നിന്നിട്ടേ പോകുന്നുള്ളൂ, നമ്മുടെ അലീനയുടെ കൂടെ നിന്നിട്ടേ പോകുന്നുള്ളൂ എന്നാ പറയുന്നത്. സ്റ്റാൻലിക്കും ഇതൊരു വലിയൊരു ഷോക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഒരിക്കലും സ്റ്റാൻലിയും പ്രതീക്ഷിച്ചില്ല. ആ വീട്ടിൽ വല്യപ്പച്ചൻ വന്ന് നിൽക്കാറില്ല, അപ്പച്ചൻ വന്ന് നിൽക്കാറില്ല. ആ പട്ടികളെയൊക്കെ പേടിയാ. ഈ പട്ടികളോട് അലീനയൊക്കെ സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോഴും വല്യപ്പച്ചന് വലിയൊരു കൗതുകമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ ഔദക്കുട്ടിക്ക്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുക. രാവിലെ ഫുൾ വിശേഷവുമായിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. കൂടെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണണം കേട്ടോ. കുറെ പേര് അൺസബ്സ്ക്രൈബ് ആയിട്ട് പോകുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി എന്റെ അവതരണത്തിന്റെ കുഴപ്പമാണോ അതോ ഇനിയിപ്പോ ഞാൻ കറക്റ്റ് വീഡിയോ ഇടാഞ്ഞിട്ടാണോ? ഒരു 2-3 പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം വലിയ റീച്ചൊന്നും നമ്മുടെ ഒരു പോകുന്നില്ല. ഇപ്പം തന്നെ നമ്മളെപ്പോലെ ഒരുപാട് റിവ്യൂസ് പറയുന്നവരുണ്ട് കേട്ടോ. അപ്പം ചിലർ നമ്മുടെ കേട്ടിട്ട് മറ്റൊരാളുടെ കേൾക്കുമ്പോഴത്തേക്കും ചിലർക്ക് അതായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പൊ നമ്മുടെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ അപ്പുറത്തേക്ക് പോകും. നമ്മൾ എന്ത് ചെയ്യാനാണ്? ഏതായാലും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണണേ. അപ്പൊ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.